കഴിഞ്ഞ ടോപ്പിക് എങ്ങനെയുണ്ട് ബ്രോ? ഓക്കെ അല്ലേ? ഡിസ്കൗണ്ട് പ്രീമിയവും ഓക്കെ. എല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവണില്ലേ ചാർട്ട് നോക്കുമ്പോൾ? മനസ്സിലാവും. പിന്നെ ടൈം ഫ്രെയിം മാറ്റാൻ പറ്റാത്തോണ്ട്. ഓ, മറ്റേ ലോവർ ടൈം ഫ്രെയിമിലോട്ട് അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അത് പ്രീവിയസ് ഇപ്പോൾ ഒരു ഇന്നലത്തെ മിഞ്ഞാത്തൊക്കെ ചാർട്ട് എടുക്കുമ്പോഴത്തേക്കും ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ആ ആ അങ്ങനെ ഉള്ളപ്പോഴും ഉണ്ടോ? അത് ഞാൻ നോക്കില്ല, അപ്പൊ ഇത് കാണിച്ചില്ലായിരുന്നു, പിന്നെ ഞാൻ ഓക്കെ എടുത്ത് ഓക്കെ നോക്കിയില്ല. ഓക്കെ 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 ഓക്കെ. ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് HFM-ന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. എൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ക്ലാസ് വരാം. നമ്മൾ ഓർഡർ ബ്ലോക്ക് പഠിച്ചില്ലായിരുന്നു? ഓർഡർ ബ്ലോക്ക്, ഇംബാലൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ ആ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക് ഓർഡർ ബ്ലോക്കായിട്ട് ബേസ്ഡ് തന്നെയാണ്. റിഫൈൻഡ് ഓർഡർ ബ്ലോക്കും അതേപോലെ തന്നെ വിക്കാസ് OB. ഈ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇതിൽ ഉം. ഫസ്റ്റിൽ നമുക്ക് റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലോട്ട് വരാം. ഓർഡർ ബ്ലോക്ക് എന്താണെന്നുള്ളത് പക്കയല്ലേ? ആ ഓക്കെ. ഇതിൽ ഫസ്റ്റ് ടോപ്പിക്ക്, നമ്മൾ ചില കേസുകളിൽ നമ്മളിപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് വരച്ചു. ഓക്കെ. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഈ ഓർഡർ ബ്ലോക്കിനെ ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്താൽ ഇവിടെ നമ്മൾ എൻട്രി വെക്കും. ഇതിന് താഴെയായിട്ടല്ലേ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഉം. ടാർഗറ്റ് നമ്മൾ 1:2 വെക്കും. അത് ഓക്കെ അല്ലേ? ഉം. 1:2 വെക്കും. ഈ റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ വിക്കാസ് OB എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ട്രേഡിംഗ് സൈക്കിളിൽ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഇത്ര ഇപ്പൊ സ്റ്റോപ്പ് ലോസ് എത്ര പിപ്പാ? 10.8 പിപ്പാണ്. ഓൾമോസ്റ്റ് 11 പിപ്പ് ഉണ്ട് അല്ലേ? ഉം. ഈ റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റോപ്പ് ലോസിന്റെ ഈ പിപ്പിന്റെ എണ്ണമില്ലേ, അത് നമ്മൾ എന്ത് ആ. ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. അതായത് വേറെ ഒന്നുമില്ല. ഇതിപ്പോ ഒരു 4 അവറിന്റെ ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ. ഇതിപ്പോ ഒരു ഫോർ ഉം. അവറിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് ആണെന്ന് വിചാരിച്ചോ. ഇത് 4 അവറിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. ഇതിനകത്ത് നമ്മൾ ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് വരിക, 1 അവറിലോട്ട് വരിക. ഇപ്പൊ ഇതിന്റെ 1 അവറിൽ ഒരുപാട് ക്യാൻഡിൽസ് കാണത്തില്ലേ? ഒരു 4 അവറിന്റെ ഒറ്റ ക്യാൻഡിൽ ആയിരിക്കും 1 അവറിന്റെ 4 ക്യാൻഡിൽ അല്ലേ? ഉം. ഉം. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ചിലപ്പോൾ 1 അവറിൽ ഇതിന്റെ അകത്ത് തന്നെ എന്ത് രൂപപ്പെടാം? ഓർഡർ ബ്ലോക്കിൽ ഉണ്ടായിക്കൂടെ? ആ അതിനെ റിഫൈൻ ചെയ്ത് വരയ്ക്കുന്നതാണ് റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ പോകുമ്പോൾ ഇവിടെ ക്ലിയർ ആവും. ഈ ചാർട്ടിന്റെ കളർ മാറ്റണോ? ആ മാറ്റണോ? മതി. ഓക്കെ. വരാത്തത് ഗ്രീനോ റെഡോ അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിതൊരു 4 അവറിന്റെ ഒരു ഓർഡർ, 4 അവർ ടൈം ഫ്രെയിം എടുക്കാം. നമുക്ക് 4 അവറിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് നോക്കാം. ഇവിടെ ഏതെങ്കിലും ഒരു 4 അവറിന്റെ ഓർഡർ ബ്ലോക്ക് ഉണ്ടോ? 4 അവറിന്റെ ഓർഡർ ബ്ലോക്ക് ഇത് നമുക്കൊരു 4 അവറിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തൂടെ? ഈ ഒരു ക്യാൻഡില് സൂം ചെയ്യാം. ഓക്കെ അല്ലേ? ഈ ഒരു ക്യാൻഡിൽ എടുത്തൂടെ? ഓക്കെ ആണോ? ഓ. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ അത്. ഇവിടെ പ്രോപ്പറായിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? POS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ എന്തുണ്ട്? ഒരു ഇംബാലൻസ് ഉണ്ട്, ഒരു ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ഉണ്ട്, എല്ലാം ഇല്ല ഇവിടെ. അപ്പോൾ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഡ്രോ ചെയ്തൂടെ? ഓക്കെ അല്ലേ? ഉം. ഓക്കെ. ഞാൻ ഡൗട്ട് ഉണ്ടോ ബ്രോയ്ക്ക്? ചോദിക്കണേ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. എന്തോ ചെറിയ ഡൗട്ട് ഉണ്ടല്ലോ. ഉണ്ടാ? അവിടെ. പറഞ്ഞോ. ഇംബാലൻസോ? ഇംബാലൻസ് ഇതാ ആ. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ ഇതാ ചെറിയൊരു ഇംബാലൻസ് ഇല്ലേ? ഉം. ഡൗട്ട് വന്ന് അപ്പോഴേ ചോദിച്ചോട്ടോ. ആ അത് അപ്പോഴേ ക്ലാരിഫൈ. വെറുതെ ഡൗട്ട് വെക്കുമ്പോഴത്തേക്കാണ് പിന്നെ കൺഫ്യൂസ്ഡ് ആവണേ. ഓക്കെ. ഞാൻ ഇവിടെ ഒരു റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് ആണ് ഡ്രോ ചെയ്യാൻ പോണത്. ഇവിടെ 4 അവറിന്റെ ഒരു POA ഉണ്ട് അല്ലേ? ആ നമുക്ക് ജസ്റ്റ് ഇത് എന്ത് ചെയ്യാം? ലോ ടൈം ഫ്രെയിമിലോട്ട് എന്ത് ചെയ്യാം?
ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്യാം. നമ്മൾ 1 അവറിലോട്ട് വരാം. 1 അവറിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വേറൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടോ? ഈ ഒരു 4 അവറിൻ്റെ ഓർഡർ ബ്ലോക്കിൻ്റെ അകത്ത് ആയിട്ട് ഇതൊരു ഓർഡർ ബ്ലോക്ക് അല്ലേ ഇത്? ആണ്. അല്ലേ? ആ. അതായത് ഞാൻ 4 അവർ POE, അതായത് 4 അവർ ഓർഡർ ബ്ലോക്കിന്റെ അകത്തായിട്ട് ആ റേഞ്ചിലായിട്ട് ഞാൻ എന്ത് ചെയ്തു? ലോവർ ടൈം ഫ്രെയിമിൽ വന്നിട്ട് അടുത്തൊരു നിയർ ബൈ ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ തുടക്കം എവിടെയായിരുന്നു റിസ്ക് വെച്ചിരുന്നത്? ഇവിടെ ആയിരുന്നു റിസ്ക് വെച്ചിരുന്നത് അല്ലേ? സ്റ്റോപ്പ് ലോസ് ഇതിന്റെ മേളിലായിട്ട് വെച്ചു, 1:2 ടാർഗറ്റ്. പക്ഷെ നമ്മൾ ഈ ഓർഡർ ബ്ലോക്കിലോട്ട് വന്നപ്പോൾ, റിഫൈൻ ചെയ്ത ഓർഡർ ബ്ലോക്കിലോട്ട് വന്നപ്പോൾ എന്തായി? ആ റിസ്ക് ഇത്രയായിട്ട് റെഡ്യൂസ് ആയി. ഓ. മനസ്സിലായോ? റിഫൈൻഡ് ഓർഡർ ബ്ലോക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായോ ബ്രോയ്ക്ക്? ആ, മനസ്സിലായി. അപ്പോൾ ഇതാണ് സംഭവം. സോറി, ഇതാണ് സംഭവം. ഇപ്പൊ നമ്മളൊരു 4 അവറിന്റെ ഓർഡർ ബ്ലോക്ക് കൂടി വരയ്ക്കുന്നു, പക്ഷെ ഒരു 1 അവറിന്റെ ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം ബ്രോ. ഇപ്പൊ 4 അവറിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് ഡ്രോ ചെയ്തു. ഓക്കെ, നമുക്കിവിടെ വ്യക്തമായിട്ടുള്ള ടാർഗറ്റ് 1:2 തന്നെ നമുക്ക് കറക്റ്റ് നമ്മൾ വിചാരിച്ച ഏരിയ നമുക്ക് ഇവിടുന്ന് റിട്രേസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. 1:2 കിട്ടുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 4 അവറിന്റെ ഓർഡർ ബ്ലോക്കിൽ തന്നെ ബ്രോക്ക് എന്ത് ചെയ്യാം? എൻട്രി എടുക്കാം. ഇനിയിപ്പോ അതല്ല, പ്രോപ്പർ ആയിട്ട് റിസ്ക് മാനേജ് ചെയ്യണം, നമുക്കൊരു 1:2 കിട്ടുന്നില്ല, അങ്ങനെ വരുമ്പോൾ ബ്രോക്ക് എന്ത് ചെയ്യാം? ഈ റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് നോക്കിയിട്ട് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ബ്രോക്ക് പക്കയായിട്ട് റിസ്ക് മാനേജ് ചെയ്ത് എന്ത് ചെയ്യാം? എൻട്രി എടുക്കാം. ഓക്കെ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ആ. അവിടെ നമ്മൾ എൻട്രി എടുത്തുകയാണെങ്കിൽ കണ്ടോ, 3 ക്യാൻഡിൽ എന്തായി? TP ആയി. കണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു ട്രേഡ് എൻട്രി കയറാൻ. നമ്മൾ പഠിക്കാൻ പോകുന്ന ലിക്വിഡിറ്റി ടോപ്പിക്സുകളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു എൻട്രി എടുക്കുക. ഓക്കെ, ഇതൊരു 4 അവറിന്റെ ഓർഡർ ബ്ലോക്ക് ആണ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? അല്ലേ? ഇംബാലൻസ് ഉണ്ട്, അല്ലാണ്ട് 4 അവറിന്റെ രോബിയാണ്. 4 അവറിന്റെ ഓർഡർ ബ്ലോക്ക് ആണ്. നമുക്ക് ജസ്റ്റ് അവിടെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ വന്ന് ക്യാൻഡിൽ ടാപ്പായി. നമുക്ക് 1 അവറിലോട്ട് സ്വിച്ച് ചെയ്യാം. ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ടോ ഈ 4 അവർ OBക്ക് അകത്തായിട്ട്? ഒന്നും കൂടെ നോക്കിയോക്കാം. ഏതൊക്കെയാണ് അകത്തായിട്ട് വരണോ അതോ? ഈ നമ്മൾ ഈ OB വരച്ചിരിക്കുന്നത് OB അല്ലേ? ആ. അതായത് ഇപ്പൊ ഇച്ചിരി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇങ്ങനെ വന്നു, ഇച്ചിരി ഹാഫ് ഇച്ചിരി മേളിലോട്ട് പോയി എന്ന് പറഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷെ നമ്മൾ മാക്സിമം നോക്കേണ്ടത് എങ്ങനെയാണ്? ഈ ഒരു OB ഉണ്ടല്ലോ, 4 അവറിന്റെ ഈ ഒരു OB ഉണ്ടല്ലോ, ഈ OBക്ക് അകത്തായിട്ടുള്ള എന്ത് നോക്കുക? ഒരു ഓർഡർ ബ്ലോക്ക് നോക്കുക. എപ്പോഴും അങ്ങനെ നോക്കുന്നതാണ് എപ്പോഴും എന്ത് ബെറ്റർ. അതിനാണ് നമ്മൾ അതായത് ഈ ഹയർ ടൈം ഫ്രെയിമിന്റെ ഓർഡർ ബ്ലോക്കിനെ റിഫൈൻ ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ മീനിങ്. റിഫൈൻഡ് ഓർഡർ ബ്ലോക്കിന്റെ ഒരു 4 അവറിന്റെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഓർഡർ ബ്ലോക്കിന്റെ റിസ്ക് നമുക്ക് ഏകദേശം നമുക്ക് അറിയാം. ഇവിടെ ഞാൻ സ്റ്റോപ്പ്, നമ്മൾ മെയിൻലി എന്താണ് റിസ്ക് മാനേജ് ചെയ്യുക. മറ്റേത് ബ്രോ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നമ്മൾ ഈ OB മാത്രം നോക്കുന്നു, OB നമ്മൾ എൻട്രി എടുക്കുന്നു. ഓക്കെ, ഈ ഓർഡർ ബ്ലോക്കിന് മേലിലായിട്ടല്ലേ നമ്മൾ SL കീപ്പ് ചെയ്യുക അല്ലേ? ഇപ്പൊ ഇവിടെ എത്ര പിപ്പ് ഉണ്ട്? 28.4 പിപ്പ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊരു ഓർഡർ ബ്ലോക്ക് വരയ്ക്കാം. ഇതിലൊരു ഓർഡർ ബ്ലോക്ക് ബ്രോക്ക് ഏതാ തോന്നണേ? ഇതോ? ഇതൊരു ഓർഡർ ബ്ലോക്ക് ആക്കി എടുക്കാവുന്ന കേസാണ്. ഓക്കെ, ഇതൊരു ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് അല്ലേ? ഇതൊരു ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഇനി വേറെ ഏതാ ഉള്ളത്? ഏത്? ഗ്രീൻ ക്യാൻഡിലോ? ഓക്കെ, അത് അടുത്ത ഓർഡർ ബ്ലോക്ക്, സെക്കൻഡ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ ഓക്കെ, ഇതിൽ ഏതിപ്പോ എടുക്കും? എന്താ ഇതിൽ ഏതിപ്പോ എടുക്കും? ഫസ്റ്റ് എടുക്കും, സെക്കൻഡ് എടുക്കും?
രണ്ടും ആ 4 അവർ ഓപിക്കകത്തുള്ളതല്ലേ? ഉം. എന്തേലും തോന്നുന്നുണ്ടോ? ഇതിൽ ഓബിക്കകത്ത് ഡിസ്കൗണ്ട് ആയിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യില്ല, അങ്ങനെയില്ല. ഓ, ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എപ്പോഴും നമ്മൾ വരയ്ക്കുന്നത് നമ്മൾ എങ്ങനെയാണ്? ഏത് സിംഗായി എടുക്കും, സിംഗിളോ അതല്ല. സിംഗിളോ വേറെ സെറ്റ് ചെയ്യും. ഓക്കെ, ഉം. അത് എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഞാനാണ് എൻട്രി എടുക്കേണ്ടതെങ്കിൽ സെക്കൻഡ് ആണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ ചെറിയ നമ്മൾ ഇംബാലൻസ് പഠിച്ചില്ലേ? ആ, ഇതിനിടയിൽ ഒരു ഇംബാലൻസ് ഇല്ലേ? ഇതൊരു ആ. ഇംബാലൻസ് അല്ലേ? ഇതൊരു ഇംബാലൻസ് ആണ്. ഈ ഇംബാലൻസിന് ഓൾറെഡി എന്ത് ചെയ്തു? ഓർ ഇത്. മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തു അല്ലേ? ഉം. ഇനി വീണ്ടും അങ്ങോട്ടേക്ക് വരാനുള്ള കമ്പാരിറ്റീവ്ലി എന്താണ് സാധ്യത? കമ്പാരിറ്റീവ്ലി കുറവല്ലേ? എന്നാൽ ആ. ഈ ഒരു ഇംബാലൻസിന് എന്ത് ചെയ്തില്ല? എക്സ്പെക്റ്റും ചെയ്തില്ല. അപ്പൊ മെജോറിറ്റി ചാൻസ് എന്ത് ചെയ്യാനാണ്? ഈ ഒരു ഇംബാലൻസിനെയും കൂടെ റെസ്പെക്റ്റ് ചെയ്ത് താഴേക്ക് വരാനാണ്. ഓക്കെ അല്ലേ? ഉം. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നില്ലത്, ഈ 1 കട്ട് ചെയ്തിട്ട് 2 എടുത്തത്. ഓക്കെ അല്ലേ? 2 നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം എന്താ ഈ ഒരു റേഞ്ച് വരെ, ഈ ഒരു എഫ് പി ജിയുടെ മേള് വരെ എന്ത് ചെയ്താൽ മതി? എസ് എൽ കീപ്പ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എത്ര ഉം. പിപ്പാ? 19. നേരത്തെ 24 28 കണ്ടല്ലായിരുന്നോ? 28.5 അപ്പൊ റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട് നമ്മള്. പ്രിഫേർഡ് ഓർഡർ ബ്ലോക്ക് ആയപ്പോഴത്തേക്ക് നമുക്ക് അത്രമാത്രം എന്ത് കുറഞ്ഞു? റിസ്ക് കുറഞ്ഞു. പക്ഷെ നമുക്ക് എന്ത് കൂടും? റിവാർഡ് കൂടുകയും ചെയ്യും. ഓക്കെ റിവാർഡ് അല്ലേ? റിവാർഡ് മീൻസ് രണ്ടിരട്ടിയല്ലേ? അങ്ങനെയാണ് നമ്മൾ റിസ്ക് ചെയ്യേണ്ടത്. ആ. 1 വെച്ചാൽ 2 ബുക്ക് ചെയ്യണം. ആ. ഓക്കെ അല്ലേ? പക്ഷെ ഇതിൽ വേറൊരു കേസ് ഉണ്ട്. ബ്രോക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഒരു 1:2 ബുക്ക് ചെയ്തു. ഉം. ഓക്കെ, ബ്രോക്ക് എന്ത് ടാർഗറ്റ് പോയിന്റ് ഇത് വരെ ഉണ്ട് എന്ന് വിചാരിച്ചു. ഇതൊരു ടൈപ്പ് സിംഗിളോ ലിക്വിഡിറ്റി ആണെന്ന് വിചാരിച്ചോ, ഒരു ലിക്വിഡിറ്റി ആണെന്ന് വിചാരിച്ചോ. ഉം. ഇതുവരെയാണ് ഞാൻ ഊഹിച്ചു വെച്ചിരുന്ന ടാർഗറ്റ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തു. ഈ വന്ന ക്യാൻഡിൽ ഞാൻ എൻട്രി എടുത്തു. ഇത് ഓൾമോസ്റ്റ് എത്ര ഉണ്ട്? 1:4 ഉണ്ട് അല്ലേ? ഉം. ഈ ഫ്യൂച്ചർ മേളിൽ വെച്ച് കഴിഞ്ഞാലും 1:3 ഉണ്ട്. ഓക്കെ അല്ലേ? ഉം. ഞാനപ്പോൾ എന്ത് ചെയ്യും? 1:2 ആവുമ്പോൾ 1:2 ഇവിടെ നോക്കും. ഇതല്ലേ 1:2? ഈ ഒരു ഏരിയ അല്ലേ? ഉം. ഓക്കെ, അതൊരു 1:2 ഞാൻ മാർക്ക് ചെയ്തിട്ടു. 1:2 മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എത്തൂലേ? ആ. മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഞാൻ എൻ്റെ ടോട്ടൽ ലോട്ടിന്റെ ഒരു 70% ഞാൻ എന്ത് ചെയ്യും? എക്സിറ്റ് വലി. ചെയ്യും. എക്സിറ്റ് ചെയ്യും. ഓക്കെ, സെല് ഉം. ചെയ്യും. എന്നിട്ട് ബാക്കി ഞാൻ എന്ത് ചെയ്യും? ബാക്കി 30% എവിടെ ഞാൻ എക്സിറ്റ് ചെയ്യും? ഇവിടെ എക്സിറ്റ് ചെയ്യും. മനസ്സിലായോ? ഉം. സ്റ്റോപ്പ് ലോസ് ഞാൻ എവിടെ എത്തിക്കും? എൻട്രി എടുത്ത് ഈ പോയിന്റിൽ വെക്കുകയും ചെയ്യും. ഇപ്പൊ എനിക്ക് നഷ്ടം വരുന്നുണ്ടോ? ഇല്ല. അതാണ് സംഭവം. ഇങ്ങനെയും കൂടെ നമ്മൾ ചെയ്യണം. ബ്രേക്ക് ഈവൺ ആക്കി വെക്കുക എന്ന് പറയും ഇതിനകത്ത്. ഓക്കെ, ഉം. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ബ്രോയ്ക്ക് അത് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ആ സമയത്ത് നമുക്ക് അത് സെറ്റ് ചെയ്യാം. ഓക്കെ. ഉം. ഓക്കെ, ഇത് റിഫൈൻഡ് ഓർഡർ ബ്ലോക്കിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ഇത്. അങ്ങനെ ലോ ടൈം ഫ്രെയിമിലോട്ട് വരണോ? ആ. ഓക്കെ, നമുക്ക് ഇവിടെ ഇത് നോക്കാം. ഇതൊരു ഓർഡർ ബ്ലോക്ക് അല്ലേ? ഇതൊരു 1 അവറിന്റെ ഓർഡർ ബ്ലോക്ക്. 1 അവറിന്റെ ഓർഡർ ബ്ലോക്ക്. എന്ത് ചെയ്യാം? ഇവിടുത്തെ പവർ ഒന്ന് കട്ട് ചെയ്യാം. ഇവിടെ വന്നു. ഓക്കെ, ഞാൻ 50 ഇൻറ്റു വരെ ഓ. 50 മിനിറ്റിലോട്ട് ഞാൻ ലോ ടൈം ഫ്രെയിമിലോട്ട് വന്നു. അവിടെ 1 അവറിന്റെ ഒരു സിംഗിൾ ക്യാൻഡലിൻ്റെ അടുത്ത് ഇവിടെ എന്തെങ്കിലും ഓർഡർ ബ്ലോക്ക് ഇട്ടോ നോക്കുക. ഇവിടെ ഓർഡർ ബ്ലോക്ക് എന്തെങ്കിലും കാണാൻ പറ്റണ്ട? ഇല്ല. 1 അവർ ഫ്രീയുടെ അകത്തായിട്ട് എന്തെങ്കിലും ഓർഡർ ബ്ലോക്കുകൾ ഉണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ ആകെ ഉള്ളവരാണ് ഇതാണ് അല്ലേ? ഉം. പക്ഷെ അത് പി ഒ എക്ക് വെളിയിലായിട്ട് കൂടെയാണ് നിൽക്കുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് റിസ്ക് മാനേജ് ചെയ്യുന്ന വരുന്ന സ്കീമല്ല. അല്ലെങ്കിൽ ആ ഒരു ഉം. ഏരിയയിലോട്ട് എൻട്രി വരുമോ നമുക്ക് നോക്കാം. അത് ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ റിസ്ക് വെച്ചാൽ 1 അവറിന്റെ പി ഒ ഇവിടെ അല്ലായിരുന്നു വന്നിരുന്നത്. ഇത് ഡിലീറ്റ് കളയാം. എത്ര പിപ്പായിരുന്നു? തിരിച്ചാണ് തിരിച്ചു. റിസ്ക് എത്ര? ഓർഡർ ബ്ലോക്കിന് താഴെ എത്ര പിപ്പായിരുന്നു? 27.4 പിപ്പ്. ഓക്കെ അല്ലേ? ഉം. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് വരാം.
ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഞാൻ വരച്ചു. 50 മിനിറ്റിന്റെ പി ഒയുടെ പാതി അകത്ത് പാതി വെളിയിലുമാണ്. നമുക്ക് കൺസിഡറബിൾ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. എടുത്താൽ ഞാൻ അവിടെ നിന്നാണ് ഒരു എൻട്രി എടുക്കുന്നത്, എൻട്രി പുഷ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പിപ്പ് വൈസ് എത്രയാണ്? 17.3 ഓക്കെ അല്ലേ? ഇപ്പൊ റിസ്ക് നമുക്ക് ആ ഒരു ഏരിയയിൽ ട്രേഡ് വരുമോ നോക്കാം. ഇതിന്റെ കൂടെ നമുക്ക് റിയൽ ഫേസ് ഓഫ് മാർക്കറ്റ് വർക്ക്ഔട്ട് ആവുന്ന എങ്ങനെയാണ് നോക്കാം. മാർക്കറ്റ് എന്ത് ചെയ്യാണ്? അവിടുന്ന് മുകളിലേക്ക് പോവാണ്. ഇവിടെ റിയൽ ഫേസ് ഓഫ് മാർക്കറ്റിൽ ഇവിടെ എന്തെങ്കിലും വർക്ക്ഔട്ട് ആയിട്ടുണ്ടോ? നമ്മൾ ഇതാണ് ഒരു ലൈവ് ട്രേഡിംഗ് സിനാരിയോ. ഇവിടേക്ക് എന്ത് തോന്നുന്നു? ഇവിടെ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യുക? 1 അവറിന്റെ പി ഒയിലോട്ട് മാർക്കറ്റ് വന്നു. ഓക്കെ ബ്രോ, ഇവിടുന്ന് ബൈയിങ് സിനാരിയോ നോക്കുന്നു. ഓക്കെ അല്ലേ? ബ്രോ ഇവിടുന്ന് എങ്ങനെ ട്രേഡ് ചെയ്യും? ഇവിടുന്ന് എന്താ കൺഫർമേഷൻ നോക്കും? ഇനി ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാവും. ഒരു മൊമെന്റ് ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ നോക്കും. അതായത് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയിരുന്നു അല്ലേ? ബ്രോ നോക്കുന്നത് ഒരു ബൈയിങ് സിനാരിയോ ആയിരുന്നു അല്ലേ? 1 അവറിന്റെ ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ബൈയിങ് സിനാരിയോ അല്ലേ ബ്രോ നോക്കണേ? ഓക്കെ, ഒരു എം എസ് കിട്ടിയിട്ടുണ്ടോ നോക്കും അല്ലേ? ഇവിടെ എം എസ് കിട്ടിയിട്ടുണ്ടോ? ഏതാണ്? ഇതാണോ? 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 അല്ല, മുകളിലത്തെ ഇതോ? ഇതോ? അതല്ല. ഇതോ? ആ, ഇത് തന്നെയാണോ എം എസ്? ക്ലോസ് ആയി. കാരണം ഇതായിരുന്നു സിംഗായി, ഇതായിരുന്നു സിംഗിലോ. അതിന് ബ്രേക്ക് ചെയ്ത് വേറെ ഒന്നും വന്നിട്ടില്ല അല്ലേ? ആ, ഓക്കെ, നമ്മൾ എം എസ് വരച്ചു. പക്ഷെ നമ്മൾ എന്താ നോക്കുക? ബോഡി ക്ലോസ് അല്ലേ നമുക്ക് വേണ്ടത്? ആ, ഓക്കെ ഓക്കെ, ഒരു എം എസ് അപ്പിലേക്ക് കിട്ടി. നമുക്ക് ബോഡി ക്ലോസ് കിട്ടുന്നുണ്ടോ നോക്കാം ആദ്യം. യെസ്, ഇവിടെ വെച്ച് എന്ത് കിട്ടി? ബോഡി ക്ലോസ്. ബോഡി ക്ലോസ് കിട്ടി. ഇനി നമുക്ക് എന്ത് വരയ്ക്കാം? എന്ത് വരയ്ക്കാം? ഇംബാലൻസ്. ഇംബാലൻസ് ഉണ്ടോ നോക്കാം. അതിന് മുമ്പ് ആദ്യം നമ്മൾ എന്ത് വരയ്ക്കണം? ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരയ്ക്കണ്ടേ? ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയത്തിലല്ലേ നമുക്ക് എന്ത് വേണ്ടത്? ഇംബാലൻസ് വേണ്ടത്. അടുത്ത ചോദ്യം ഉണ്ട്, അതാണ്. ഇവിടെ നിന്ന് ഇത് വേറെയാണോ ഞാൻ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരയ്ക്കേണ്ടത്? ആണോ? ഇതാ ഇവിടം തൊട്ട് ഇത്രയാണോ ഞാൻ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരയ്ക്കേണ്ടത്? എന്ത് തോന്നുന്നു? ആ, ആണോ? ഇപ്പോൾ ഉള്ള സിംഗല്ലോ അതെ. സിംഗിലോ? അതാണ്. ഓക്കെ, പക്ഷെ ഇതിൽ വേറൊരു കേസ് ഉണ്ട് ബ്രോ. ഇത് ജസ്റ്റ് ഒരു നോട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇത് എന്ത് ചെയ്തു? മാർക്കറ്റ് വന്നു, മാർക്കറ്റ് അപ്പിലേക്ക് പോയി. ഓക്കെ, പിന്നെ ഒരു റിട്രേസ്മെന്റ് നടന്നില്ലേ? ആ, പിന്നെ മാർക്കറ്റ് വീണ്ടും അപ്പിലേക്ക് പോയി. റിട്രേസ്മെന്റ് ക്യാൻഡലായിട്ട് ഇത് കണക്കാക്കാൻ പറ്റൂല അല്ലേ? നമുക്ക് അത് ഒരൊറ്റ ക്യാൻഡിലല്ലേ വന്നിട്ടുള്ളൂ. ആ, വീണ്ടും മേളിൽ പോയി, താഴെ ഇറങ്ങി, വീണ്ടും മേളിൽ പോയി. പക്ഷെ ഇവിടെ അവസാനമായിട്ട് റിട്രേസ് നടന്നിരിക്കുന്ന ഏത് ഏരിയയാണ്? ഈ ഏരിയ അല്ലേ? ആ, നമുക്ക് അപ്പൊ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് ക്യാൻഡിൽ മാറ്റാം. ഉദ്ദേശം മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? ആ, ഇതൊരു സിംഗിലോ ആയിരുന്നു. ഇതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ എന്തായി? ഒരു മൂവ്മെന്റ് ഷിഫ്റ്റ് ആയി. ഓക്കെ, നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക? ലോയ്ക്കും ഇതായിട്ട് നമ്മൾ എന്ത് വരയ്ക്കും? ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരയ്ക്കും. ഓക്കെ, അങ്ങനെ തന്നെയാണ് ശരി. ഇതൊരു നോട്ടായിട്ട് ഒരു അഡീഷണൽ ആയിട്ട് വെച്ചാൽ മതി ബ്രോ. നമ്മൾ ചില സിനാരിയോസിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സിനാരിയോ വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങും. മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു? ഒന്ന് അപ്പിലേക്ക് പോകാൻ ശ്രമിച്ചു. മാർക്കറ്റ് എന്ത് ചെയ്തു? വീണ്ടും ഒന്ന് റിട്രേസ് ചെയ്തു. ഓക്കെ അല്ലേ? 2 ക്യാൻഡിൽ വെച്ച് റിട്രേസ് ചെയ്തു. ഓക്കെ അല്ലേ? പുതിയ ലോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഒരു റിട്രേസ്മെന്റ് നടന്നു ഇല്ലേ?
എന്നിട്ട് വീണ്ടും പുഷ് ചെയ്തു. പക്ഷെ ഇതൊരു റിട്രേസിങ് ക്യാൻഡിലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല, കാരണം ആ ഒറ്റ ക്യാൻഡിലല്ലേ ഉള്ളൂ ഉം, അല്ലേ. ഉം, എന്നിട്ട് വീണ്ടും മേളിൽ പോയി, വീണ്ടും താഴെ ഇറങ്ങി, വീണ്ടും മേളിൽ പോയി. അതായത് ഇവിടെ അവസാനമായിട്ട് റിട്രേസ്മെന്റ് നടന്നത് ഈ ഒരു ഏരിയ അല്ലേ, ഈ ഒരു ഏരിയ ഉം. അല്ലേ, ഈ ഒരു ഏരിയ അല്ലേ അല്ലേ. ആ, അപ്പൊ അതിന്റെ ലോല് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോ പുതിയ ലോ. ആ ഈ ഇതെടുത്ത് വെക്കാം, ഇങ്ങനെ വരയ്ക്കാം. ബ്രോക്ക് ഇങ്ങനെ വരയ്ക്കാം, പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബ്രോക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ഒരു സിനാരിയോടെ ചെയ്യാറുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ അല്ലേ? കാരണം നമ്മൾ ICT കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇനി ഇങ്ങനെ ഡ്രോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഒന്ന് മുൻകൂട്ടി ഞാനൊന്ന് പറഞ്ഞു വെച്ചതാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എന്താ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം വരച്ചു. ഇനി ബ്രോ പറഞ്ഞ പോലെ എന്തുണ്ടോ നോക്കണം. ഈ ഡിസ്കൗണ്ട് ഏരിയയിൽ എന്തുണ്ടോ നോക്കണം. ഇംബാലൻസ് ഉണ്ടോ? ഉണ്ടോ ബാലൻസോ ഓർഡർ ബ്ലോക്കുകളോ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് അല്ലേ? ആ, പക്ഷേ എടുക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. കാരണം എന്താണ്? അത് പ്രീമിയം ഏരിയയിലാണ്. ഏരിയ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഓർഡർ ബ്ലോക്ക് എന്തായാലും എന്തായി, ഇൻവാലിഡ് ആയി. ഇനി വേറെ ഓർഡർ ബ്ലോക്കുകൾ ഉണ്ടോ? താഴെ. ഇതിലെ ഇതല്ലേ? ഉം. ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് എത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും പ്ലേ ചെയ്ത് നോക്കാം, എത്തും നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ അല്ലേ? ഉം. ഈ പ്രീമിയം ഏരിയയിലുള്ള ഓർഡർ ബ്ലോക്ക് ടാപ്പ് ആയിട്ടോ. പക്ഷെ ഇങ്ങനെ സിനാരിയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്, എൻട്രി നോക്കരുത്. കാരണം നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ട്രേഡ് പ്ലാൻസുകൾ ഉണ്ട്. നമ്മളൊരു ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുകയുള്ളൂ. നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി വരും ക്ലാസ്സുകളിൽ നോക്കും. നമ്മൾ അങ്ങനത്തെ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ട്രേഡ് പ്ലാനുകളുണ്ട്. അപ്പൊ ആ ട്രേഡ് പ്ലാനിൽ വന്നാലേ നമ്മൾ എന്ത് ചെയ്യാവൂ, ട്രേഡ് ചെയ്യാവൂ. ഇമോഷൻ വൈസ് നമ്മൾ എന്ത് ചെയ്യരുത്, റെഡി. ട്രേഡ് ചെയ്യരുത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം നമ്മൾ പ്രോഫിറ്റ് എടുക്കാനല്ല പഠിക്കേണ്ടത്, സ്റ്റോപ്പ് ലോസ് എങ്ങനെ എടുക്കാം, സ്റ്റോപ്പ് ലോസ് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാം എന്ന് പഠിച്ചാലേ നമ്മൾ ബാക്കിയുള്ള ട്രേഡിങ്ങിൽ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. പ്രോഫിറ്റ് എടുക്കാൻ എളുപ്പമാണ്, സ്റ്റോപ്പ് ലോസ് എടുക്കാനാണ് പാട്. ഓക്കെ, ഉം. വന്നു ആ ഓർഡർ ബ്ലോക്ക് വന്നിട്ട് എന്ത് ചെയ്തത്, മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിൽ കയറി പോയി. ഓക്കെ അല്ലേ? ആ, അതിനർത്ഥം വേറെ ഒന്നുമില്ല, നമുക്ക് അവിടെ എൻട്രി ഇല്ല. ഓക്കെ, നമ്മൾ ലാപ്പ് അടച്ച് കൂട്ടി വയ്ക്കുക, പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ നോക്കുക. ഓക്കെ അല്ലേ? ഉം. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു സംഭവം. പിന്നെ അപ്പൊ ഇത് മനസ്സിലായോ ബോയ്ക്ക്? റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് മനസ്സിലായോ? ആ, മനസ്സിലായി. എക്സാമ്പിൾ ഇനി കാണിക്കണോ? ആണോ? ആ, ആ, ഒന്നുകൂടെ. ഓക്കെ, ഇതുള്ളത് ഇതൊരു 4 ഹവറിന്റെ ഓർഡർ ബ്ലോക്ക്. ബ്രോ ഇപ്പൊ 4 ഹവറിൽ ഒരു ഓർഡർ ബ്ലോക്ക് വന്ന ആ നമ്മൾ റിഫൈൻഡ് ആക്കാൻ വേണ്ടി പിന്നെ 1 ഹവറിലോട്ടാവും നോക്കണോ? ആ 1 ഹവറിലേക്ക് നോക്കാം. എന്നിട്ട് ട്രേഡ് ചെയ്യുമ്പം പിന്നെ 15 മിനിറ്റ് ആ ആക്കി. 15, ആ ഓക്കെ 15 മിനിറ്റ്. 4 ഹവറിന്റെ ടൈം ഫ്രെയിം, 4 ഹവറിന്റെ ടൈം ഫ്രെയിം അതിനെ റിഫൈൻ ചെയ്ത് ബ്രോ 1 ഹവറിലാക്കുന്നു. ട്രേഡ് എടുക്കുന്ന ലോവർ ടൈം കൺഫർമേഷൻ എഴുതി നോക്കുന്നു, 50 മിനിറ്റ് നോക്കുന്നു. ഓക്കെ ഓക്കെ. ആ, അല്ലെങ്കിൽ ബ്രോക്ക് എന്ത് നോക്കാം, 5 മിനിറ്റ് നോക്കാം. ആ, പക്ഷെ എപ്പോഴും നമ്മളൊരു 4 ഹവറിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് ആണ് വരുന്നത് എങ്കിൽ നമ്മൾ മാക്സിമം എപ്പോഴും നോക്കുന്നത് ഏതിൽ തന്നെ നോക്കുന്നത് നല്ലത്, 50 മിനിറ്റ്. 1 ഹവറിന്റെ ഓർഡർ ബ്ലോക്ക് ആണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നോക്കുന്നത് 5 മിനിറ്റ്. ഇപ്പൊ 1 ഹവറിന്റെ ഓർഡർ ബ്ലോക്ക് റിഫൈൻ ചെയ്യണമെങ്കിൽ 30 മിനിറ്റ് അങ്ങനത്തെ കുറച്ച്. 1 ഹവറിന്റെ ഓർഡർ ബ്ലോക്ക് പിന്നെ റിഫൈൻ ചെയ്യാൻ പോകണ്ട. ഓക്കെ. നിങ്ങൾ ബ്രോക്ക് റിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഓർഡർ ബ്ലോക്കുകൾ ഞാൻ പറയാം. ഒന്ന് വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ബ്രോക്ക് റിഫൈൻ ചെയ്യാം, ആ, ഡെയിലി ചെയ്യാം, 4 ഹവർ ചെയ്യാം, പിന്നെ ഒരെണ്ണം ഏതും ചെയ്യാം, മന്ത്ലിയും ചെയ്യാം. ഇത്ര ഓർഡർ ബ്ലോക്കുകൾ മാത്രം ബ്രോ എന്ത് ചെയ്താൽ മതി, റിഫൈൻ ചെയ്താൽ മതി. ഓക്കെ, ഇതിന് താഴോട്ടുള്ള ടൈം ഫ്രെയിംസുകൾ ഒന്നും എന്ത് ചെയ്യാൻ നിൽക്കണ്ട, റിഫൈൻ ചെയ്യാൻ നിൽക്കണം. ഓക്കെ ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് എടുക്കാം. ഇതൊരു 4 ഹവറിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. ഓക്കെ അല്ലേ? ഇത് 4 ഹവറിന്റെ ഓർഡർ ബ്ലോക്ക്. ഡൗട്ട് ഇല്ലല്ലോ? ഓർഡർ ബ്ലോക്ക് ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. റിപ്ലൈ ചെയ്യാം.
ഇവിടെ ആദ്യം ടാപ്പ് ചെയ്തോണ്ട് ഇപ്പൊ അവിടെ തന്നെ തുടങ്ങി. ഒരു 15 മിനിറ്റ്സ് ആയിരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്ക് എടുക്കാൻ പറ്റൂലേ? വലിയ ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ അല്ലേ? 4 ഹവറിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് റീപ്ലേ ചെയ്യാൻ ടാപ്പ് ചെയ്തു. ഞാൻ നേരെ 1 ഹവറിലോട്ട് സ്വിച്ച് ചെയ്തു. ഇവിടെ വേറെ ഏതെങ്കിലും ഓർഡർ ബ്ലോക്കുകൾ ഉണ്ടോ? 4 ഹവർ POയ്ക്ക് അകത്തായിട്ട് രണ്ടാമത്തെ സെക്കൻഡ് ക്യാൻഡിൽ അല്ലേ? ഓക്കെ. ഓക്കെ, ഈ ക്യാൻഡിൽ അല്ലേ? ഓക്കെ അല്ലേ? മാർക്കറ്റ് അങ്ങോട്ടേക്ക് ആദ്യം വരുന്നുണ്ടോ നോക്കാം നമുക്ക്. മാർക്കറ്റ് വന്നാൽ എൻട്രി. മാർക്കറ്റിന്റെ പാർട്ട്ണർ പോവാണ് ചെയ്തത്. ഓക്കെ. ഇങ്ങനെ റിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം കൂടെ ഉണ്ട്. ബ്രോയ്ക്ക് എന്ത് ചെയ്യാം? എൻട്രി ചിലപ്പോൾ എന്ത് ചെയ്യാം? മിസ്സാവാം. ഓക്കെ, അങ്ങനത്തെ ഒരു സിനാരിയോ ഉണ്ട്. ഇപ്പൊ ബ്രോയ്ക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം? ഇവിടെ വരുമ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇത്രമാത്രം റിസ്ക് ഉണ്ട്. ഓൾമോസ്റ്റ് 81 പിപ്പ് റിസ്ക് ഉണ്ട്. ഓക്കെ, അതേ സീൻ ഈ ഒരു ഓർഡർ ബ്ലോക്കിലായിട്ട് വന്നിട്ടായിരുന്നു ബ്രോ എൻട്രി എടുക്കുന്നെങ്കിൽ അത് എന്തായി? 43 പിപ്പായി. അതായത് പകുതി കുറവായി. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഇതിലൊരു സിനാരിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വേണമെന്ന് റിയൽ ഫേസ് മാർക്കറ്റ് നമുക്ക് നോക്കണോ? ഇവിടുത്തെ ഒരു MS അല്ലേ? ഞാൻ 1 ഹവർ തന്നെ നോക്കുകയാണ്. ഇതൊരു MS കിട്ടിയോ? MS അല്ലേ? ഓക്കെ അല്ലേ? MS ഡൗൺ. നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ട് ആണ് പ്രീമിയം വരയ്ക്കാം. ഞാൻ നേരത്തെ വരച്ച അതേ സംഭവം വരയ്ക്കാൻ പോവാണ്. ഈ ഒരു ഏരിയ വന്ന് ഈ ഒരു ഏരിയ ഹൈ ലോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വരയ്ക്കുന്നത്. ഇവിടെ വരയ്ക്കാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ലാസ്റ്റ് റിട്രേസിംഗ് നടന്നത് ഇവിടെയാണ്. ഓക്കെ അല്ലേ? എന്നിട്ട് ഞാൻ നോക്കി ഇതിന് മേളിലായിട്ട് പ്രീമിയം ഏരിയയിൽ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു FEG ഇല്ലേ? FEG ഇല്ലേ? അപ്പൊ നമ്മളെ എൻട്രി പോയിന്റ് എന്തായി? ആ FEG ആണ് നമ്മുടെ എൻട്രി പോയിന്റ്. അപ്പോഴേ എന്ത് ചെയ്യുക? ഇവിടെ ഇത് ഇട്ട് വെക്കുക, ഓർഡർ ബ്ലോക്കിന് മേളിലായിട്ട് വെക്കുക, 1:2 എന്ത് ചെയ്യുക? ടാർഗറ്റ് ബുക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ഇവിടെ വരുമ്പോഴത്തേക്ക് സെൽ ലിമിറ്റും ബൈ ലിമിറ്റും ഒക്കെ സെൽ ലിമിറ്റ് ഇട്ട് വെക്കുക. നമുക്ക് എൻട്രി കിട്ടുന്നുണ്ടോ നോക്കാം. എൻട്രി ഇവിടുന്ന് കിട്ടി അല്ലേ? ഇവിടുന്ന് ഇപ്പൊ എൻട്രി ട്രിഗറായി. മേളിലൊക്കെ പോകുമ്പോഴത്തേക്ക് SL ഒക്കെ ആയിരിക്കും. അപ്പൊ സമയത്ത് ഇമോഷനൊക്കെ ഒന്ന് വർക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് അടിക്കുന്നുണ്ടോ നോക്കാം. അതോ സ്റ്റോപ്പ് ലോസ് അടിക്കണം നോക്കാം. സ്റ്റോപ്പ് ലോസ് അടിച്ചു. കണ്ടോ? ഇത് പാർട്ട് ഓഫ് ദി ഗെയിമാണ്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് എന്തും ചെയ്യാനൊന്നുമില്ല. ഓക്കെ, നമ്മളെ സ്റ്റോപ്പ് ലോസ് എല്ലാം എടുത്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു? താഴേക്ക് പാളായി. ഓക്കെ അല്ലേ? ഇവിടെ അടുത്തൊരു എൻട്രി ഉണ്ടായിരുന്നു. ഇതാ ഈ ഒരു ഇംബാലൻസ് കറക്റ്റ് ടാപ്പായി. ഇവിടെ ഒരു മൂവ്മെന്റ് ഷിഫ്റ്റ് കണ്ടോ? ഇതൊരു മൂവ്മെന്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്തു. ഇവിടുന്ന് അടുത്തൊരു എൻട്രി ഉണ്ടായിരുന്നു. ഇതിന് മേളിലായിട്ട് SL കിപ്പ് ചെയ്ത 1:2. പക്ഷെ ആ എൻട്രി എന്തായിട്ടുണ്ട്? ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? പാർട്ട് ഓഫ് ദ ഗെയിം ആണത്. ഓക്കെ, SL ഇല്ലാതെ സ്റ്റോപ്പ് ലോസ് അടിക്കാതെ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് മനസ്സിലായോ? ഓർഫൈൻഡ് ഓർഡർ ബ്ലോക്കിന്റെ കാര്യം മനസ്സിലായോ? എന്റെ ഇടയ്ക്ക് അതുകൊണ്ട് ഓക്കെ. ഇനി അടുത്തത് വിക്കാസ് OB എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. വിക്കാസ് OB
ഞാൻ പൊതുവേ അത് വളരെ നമ്മൾ ഉപയോഗിക്കലില്ല. ഐ സി ടി അതിനെ റിജക്ഷൻ ബ്ലോക്ക് എന്നൊക്കെ പറയും. ഐ സി ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഉം. ഓക്കെ. വിക്കാസ് ബോബി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേര് തന്നെ ഉണ്ട്. ഒരു ഒരു ബോഡി. ഓക്കെ. ബോഡി ഇത്രയേ ഉള്ളൂ. ഏ എന്നാൽ ഉം. വിക്ക് എന്തുണ്ട്? കൂടുതലാണ്. മനസ്സിലായോ? വിക്ക് കൂടുതലാണ്. ഉം. ബോഡി ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ വിക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായോ? മറ്റേത് നമ്മൾ ഇങ്ങനെയല്ലേ ഓർഡർ ബ്ലോക്ക് വരയ്ക്കുക, ആ. പുള്ളിയല്ലേ വരയ്ക്കുക. അതിന് പകരം എന്ത്, ഈ വിക്ക് മാത്രം എന്ത് ചെയ്യും? ഓർഡർ ബ്ലോക്ക് ആയിട്ട് വരയും. മനസ്സിലായോ? അതാണ് വിക്കാസ് ഒബി എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് ഇതൊരു ഓർഡർ ബ്ലോക്ക് അല്ലേ? ഇതൊരു ഓർഡർ ബ്ലോക്ക് അല്ലേ? ഇവിടെ ഉം. ഇംബാലൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? ഉം. അപ്പൊ ഇത് വിക്കല്ല, വിക്കാണ് ബോഡിയാണ് ഇതിനകത്ത് കൂടുതൽ. വിക്ക് അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യും? മീറ്റർ ബ്ലോക്ക് ആയിട്ട്. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട്, വിക്കാസ് ഒബി എന്നുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എന്ത് ചെയ്യും? അത് കൺസിഡർ ചെയ്യും. ഓക്കെ അല്ലേ? ഉം. ഇത് നോക്കിയാൽ വളരെ കുറവാണ്. പിന്നെ അത് പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഉം. മെയിൻലി ബ്രോ നോക്കേണ്ട കാര്യം ഓർഡർ ബ്ലോക്ക്, അതേപോലെ തന്നെ റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക്. ഈ രണ്ട് കാര്യങ്ങൾ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടോപ്പിക്ക് വിക്കാസ് ഒബി എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഐ സി ടി കോൺസെപ്റ്റ് പറയുമ്പോൾ ഇതിന് റിജക്ഷൻ ബ്ലോക്ക് എന്നൊക്കെ പറയും. ഓക്കെ. നമ്മൾ ആ സമയത്ത് പഠിക്കും. നമ്മൾ പക്ഷേ ഐ സി ടി കോൺസെപ്റ്റ്സിൽ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ. ഉം. പിന്നെ ഞാൻ പറഞ്ഞു വേറെ ഇവിടെ വിക്ക് വല്ലതും. ഇതൊരു വിക്കാസ് ഒബി ആയിരുന്നു. ഇത് കണ്ടോ? പ്രത്യേകിച്ച് ഇംബാലൻസ് ഇല്ലല്ലോ അവിടെ. ഇംബാലൻസ് ഇല്ല. ഉം. ഇംബാലൻസ് ഉണ്ടോ ഇല്ല. ഇവിടെ? ഇതൊരു വിക്കാസ് ഒബി ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ട്? ഇംബാലൻസ് ഇല്ല അല്ലേ അവിടെ? ഉം. ഓക്കെ. ഇവിടെ വേറെ വിക്കാസ് ഒരു എക്സാം കിട്ടുന്ന വലിയ ടാസ്ക്കാണ്. ഇത് ബോഡിയാണോ ക്യാൻഡിലാണോ കൂടുതൽ? ഇവിടെ വേറെ എക്സാമ്പിൾ ഇതാ, ഇതൊരു വിക്കാസ് ഒബി ആയിരുന്നു അല്ലേ? ഉം. ബോഡിയെക്കാട്ടി കൂടുതൽ വിക്കല്ലേ? അതൊരു വിക്കാസ് ഒബിക്ക് എക്സാമ്പിൾ ആയിരുന്നു. പിന്നെ ഇതാ ഇതും വിക്കാസ് ഒബിക്ക് ഒരു എക്സാമ്പിൾ ആണ്. വിക്കല്ലേ കൂടുതൽ ഇവിടെ? ഉം. ഓക്കെ. പിന്നെ വേറെ എക്സാമ്പിൾസ് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഒക്കെ പഠിപ്പിച്ചാണോ? ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഡെയിലിയിലൊക്കെ പിന്നെയും കാണും. എക്സോബി ഭയങ്കര പാടാണ് ഇത് കണ്ടു കിട്ടായി തോന്നുന്നു. മെയിൻലി ബ്രോ ഇപ്പൊ നോക്കേണ്ടത് റിഫൈൻഡ് ഓർഡർ ബ്ലോക്കും അതേപോലെ തന്നെ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി ബ്രോ നോക്കേണ്ടത്. ഓക്കെ. ഉം. വിക്കാസ് ബോബി വലിയൊരു കൺസിഡറേഷൻ ആക്കി ബ്രോ വെക്കണ്ട. ഇങ്ങനെ ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട് എന്നുള്ളത് ബ്രോ ഒന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് വേണമെങ്കിൽ ഇതൊരു വിക്കാസ് ബോബിക്ക് എക്സാമ്പിൾ ആണ്. മാർക്കറ്റ് അവിടെ വന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ആ. താഴേക്ക് പോയത്. ഓക്കെ. ഈ കാര്യങ്ങളൊന്ന് ബ്രോ ഒന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ആ. ഓക്കെ. ഇത് വലിയ വിഷയമാക്കി ബ്രോ എടുക്കണ്ട കേട്ടോ. വിക്കാസ് ഓഫ് ഇപ്പൊ കറന്റ് ഒരു വിഷയമാക്കി എടുക്കണ്ട. നമുക്ക് ഐ സി ടി റിജക്ഷൻ ബ്ലോക്ക് ആയിട്ട് തന്നെ പഠിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് വെറുതെ പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ആ. വിക്കും കോപ്പി ആയിട്ട് എടുക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. മെയിൻലി ബ്രോ എന്ത് ചെയ്യുക, ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ 4 ഹവറിന്റെ ഡെയിലിയുടെ വീക്ക്ലിയുടെ മന്ത്ലിയുടെ ഒരു ഓർഡർ ബ്ലോക്ക് വരച്ച് നോക്കുക. ഓർഡർ ബ്ലോക്ക് വരച്ചതിന് ശേഷം ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് വരിക. 1 ഹവറോ 50 മിനിറ്റോ എന്തെങ്കിലും വരിക. എന്നിട്ട് അതിനകത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്ത് നോക്കുക, പ്രിഫൈൻഡ് ആയിട്ട് എന്ത് ചെയ്ത് വരച്ച് നോക്കുക, ഓർഡർ ബ്ലോക്കുകൾ വരച്ച് നോക്കുക. ഓക്കെ അല്ലേ? ഉം. ഓക്കെ അല്ലേ? ഡൗട്ട് ആ. ഉണ്ടോ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ ആണോ? ആ. ഓക്കെ. ഉറപ്പല്ലേ? ആ. ഉറപ്പാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ബ്രോ എന്തായാലും ഇതൊന്ന് അസൈൻമെന്റ് ആയിട്ടൊന്ന് ചെയ്തിരണേ.
ഈ ആ 4 ശരി. അവറിന്റെ ഒരു ഓർഡർ ബ്ലോക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി എന്തെങ്കിലും ഡൗട്ട് ബ്രോക്ക് ചെയ്യുമ്പോൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് അയച്ചിട്ടിരുന്നാൽ മതി. ആ ഓക്കെ ഓക്കെ. അപ്പോൾ താങ്ക് യു ബ്രോ. താങ്ക് യു ബ്രോ. മൈൻഡ് പേ എന്നാ. ആ ഓക്കെ ശരി ശരി.